ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചെറിയൊരു ഉള്ളിവടയാണ്. അത് ഈ ബേക്കറിയിൽ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കറിവേപ്പില വെട്ടാം. കറിവേപ്പില ചെറുതായിട്ട് വെട്ടുക. ശേഷം മല്ലിച്ചപ്പ് വെട്ടുക. ചെറുതായിട്ട് വെട്ടുക. അതിനുശേഷം പച്ചമുളക് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്യുക. ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് നല്ലോണം നൈസായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം വെട്ടി വെച്ച ഉള്ളിയാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് വെട്ടി വെച്ചതാണ് ഉള്ളി ചെറുതാക്കിയിട്ട്. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഉള്ളി തട്ടുക. അതിനുശേഷം ഇഞ്ചി ഇത് ചതച്ചത് അതിലിടുക. അതിനുശേഷം ഈ മല്ലിച്ചപ്പ്, മുളക്, കറിവേപ്പില ഇതൊക്കെ പാടെ കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് ഉപ്പിടുക. ഞാനിവിടെ വലിയ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ കുറച്ച് അപ്പസോഡ ഇടുക. നല്ലോണം കുഴക്കുക. ഉള്ളി ഇതൊക്കെ പാടെ കൂടി ആദ്യം നല്ലോണം കുഴക്കുക. നല്ല മിക്സ് ചെയ്യുക. അതിനുശേഷം മൈദ, ഇത് 3 പേട്ട മൈദയാണെന്നുവെച്ചെങ്കിൽ 3 പേട്ട കടലപ്പൊടിയായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സാക്കുക. നല്ലോണം കുഴക്കുക. ഈ പരുവത്തിലേക്ക് വരിക. ഈ പരുവത്തിലേക്ക് കുഴച്ച് നല്ല മിക്സാക്കിയിട്ട് വെക്കുക. അതിന് ശേഷം ഇടുക. ഒരു മണിക്കൂർ അങ്ങനെ വെച്ചോളുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ പൂർണ്ണ പൊക്കവട, ഉള്ളിവട എന്നും പറയും, പിന്നെ നുള്ളിവട എന്നും പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.